ഹരിയേ ഓ നീ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോവാണോ? എന്നാ തർക്കോത്തരം ചെയ്യണം. എന്തൊരവസ്ഥയല്ലേ നിലമ്പൂര്? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ മത്സരിച്ച് ജയിച്ച് MLA ആയി. ഇതാ ഇപ്പൊ രാജിവെച്ച് വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം. ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിൽ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പും ഒരാൾ മുന്നണിയിൽ നിന്ന് ജയിച്ചതിന് ശേഷം രാജിവെച്ച് മറ്റേ മുന്നണിയിൽ പോയിട്ട് ജയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് എവിടെയൊക്കെ അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടന്നേ? നെയ്യാറ്റിങ്കരയില്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലോ? അവിടെ ആരാ മത്സരിച്ചേ? എടാ, നെയ്യാറ്റിങ്കരയില് 2011 തെരഞ്ഞെടുപ്പില് അന്ന് നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത് ആർ സെൽവരാജാണ്. സെൽവരാജ് LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള തമ്പാനൂർ രവിയെ അദ്ദേഹം പരാജയപ്പെടുത്തി. എന്നാൽ പിന്നീട് മൂപ്പര് രാജിവെച്ചതിന് ശേഷം ജൂൺ 2 നടന്ന തെരഞ്ഞെടുപ്പിൽ പുള്ളി വീണ്ടും മത്സരിച്ചു. ഇത്തവണ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണ് പുള്ളി വിജയിച്ചത്. പുള്ളി LDF എന്നിട്ട് UDFന് വേണ്ടി മത്സരിച്ചു. അതെ, മാർച്ച് 9 രാജിവെക്കുന്ന സമയത്ത് നമ്മൾ പുള്ളിയോട് ചോദിച്ചിരുന്നു, ഇന്ന് ഈ അൻവറിനെ പോലൊക്കെ തന്നെ. അന്ന് നമ്മൾ ചോദിച്ചു LDF നിന്ന് പോകുന്നത് UDFിലേക്കാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിയുടെ മറുപടി എന്ന് പറഞ്ഞാൽ UDFിലേക്ക് പോകുന്നതിലും വേദം തൂങ്ങിച്ചത്തൂടെ എന്നായിരുന്നു. പക്ഷേ ഇതൊക്കെ പറഞ്ഞ ആള് ഈ മാർച്ചിൽ ഇത് കഴിഞ്ഞ് ജൂണിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അദ്ദേഹം പതുക്കെ UDFിലേക്ക് മാറുകയും UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്തു. അന്ന് UDF സ്ഥാനാർത്ഥിയായിട്ട് സെൽവരാജിനെ മത്സരിപ്പിക്കുമ്പോൾ പകരം LDF സ്ഥാനാർത്ഥി ലോറൻസിനെയാണ് മത്സരിപ്പിച്ചത്. ലോറൻസ് മത്സരിച്ചു. ലോറൻസ് പക്ഷേ തോറ്റുപോയി. എന്തിനായിരുന്നു കേട്ടോ പുള്ളി ഒന്ന് രാജിവെച്ച? പുള്ളി രാജിവെക്കാനുള്ള കാരണം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ സമയത്ത് നിലവിൽ പാറശാല MLA ആയിരുന്നു ആർ സെൽവരാജ്. എന്നാൽ അദ്ദേഹത്തെ പാറശാലയിൽ നിന്ന് നെയ്യാറ്റിങ്കരയിലേക്ക് മാറ്റി. ആനാവൂർ നാഗപ്പനെ പാറശാലയെ മത്സരിപ്പിക്കുകയും ചെയ്തു. പാറശാലയും സിറ്റിംഗ് സീറ്റാണ്, നെയ്യാറ്റിങ്കരയും സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ പാറശാല സീറ്റ് നഷ്ടപ്പെട്ടു. പാറശാലയിലെ ആനാവൂർ നാഗപ്പൻ തോറ്റു. അതോടുകൂടി CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ വലിയ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. സെൽവരാജിനെ മാറ്റിയതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കൂടി അറിവോടുകൂടിയാണ് ഈ നിയമസഭാ സീറ്റിൽ തോൽവി ഉണ്ടായത് എന്ന് പറഞ്ഞ് പാർട്ടി അന്വേഷണം വന്നു. പാർട്ടി അന്വേഷണം വന്നപ്പോഴേക്കും ഇദ്ദേഹം സ്വാഭാവികമായും പാർട്ടിയിൽ നിന്ന് അകന്നു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൽ 72 പേരാണ് ഉള്ളത്. 72 സീറ്റ് എന്നുള്ളത് നിയമസഭയിൽ വലിയ വിഷയമായിരുന്നു. LDF സ്ഥാനാർത്ഥിയായ സെൽവരാജ് രാജിവെച്ചു. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അയാൾ വീണ്ടും UDFന്റെ പാനലിൽ ജയിക്കുകയും ചെയ്തു. പിന്നെ സെൽവരാജന് എന്ത് സംഭവിച്ചു? ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് വീണ്ടും നെയ്യാറ്റിങ്കരയിൽ മത്സരിച്ചു. ഇപ്പോഴത്തെ നിലവിലെ സിറ്റിംഗ് MLA ആൻസ്ലം മത്സരിക്കുകയും 2016 തെരഞ്ഞെടുപ്പിൽ ആൻസ്ലം വിജയിച്ചു. സെൽവരാജ് തോറ്റുപോയി. എന്നാൽ അദ്ദേഹം തളർന്നില്ല. വീണ്ടും 2021 തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം മത്സരിച്ചു. അതും ആൻസ്ലിനോട് തന്നെ. സിറ്റിംഗ് MLA ആയ ആൻസ്ലൻ വീണ്ടും വിജയിച്ചു. അങ്ങനെ പാറശാലയിലും നെയ്യാറ്റിങ്കരയിലും മുൻ MLA ആയിരുന്ന ആർ സെൽവരാജ് 2 പരാജയത്തോടു കൂടി പിൻവാങ്ങുകയാണ് ചെയ്തത്. ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമല്ലോ എന്നുള്ള കാരണം കണ്ടറിയണം.